പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പെന്തക്കോസ്ത് ഞായറാഴ്ച ആരാധനയിലേക്ക് ഞാനും നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ദിനത്തിലെ ആരാധന നമുക്കെല്ലാവർക്കും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രാധാന്യം കൂടെ ഉണ്ട് എന്ന് നമുക്കറിയാം. ജൂൺ മാസം 5-ാം തീയതി ആയിരുന്നു ലോക പരിസ്ഥിതി ദിനം, വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. അതുകൊണ്ട് പരിസ്ഥിതി ദിനത്തിന് ശേഷം വരുന്ന ഞായറാഴ്ച പരിസ്ഥിതി ഞായറാഴ്ചയായിട്ട് കൂടെ ആഘോഷിക്കുകയാണ്. ഇന്ന് പെന്തക്കോസ്ത് ഞായറാഴ്ചയും അതിനോട് ചേർന്ന് പരിസ്ഥിതി ഞായറും ഒരുമിച്ച് വരുന്നത് കൊണ്ട് ആയിരിക്കാം മഹായിടവക പരിസ്ഥിതി ഞായർ മറ്റൊരു ആഴ്ചയിലേക്ക് മാറ്റിയത്. എങ്കിലും ആ ദിനത്തിൻ്റെ പ്രാധാന്യം ഇന്ന് പരിസ്ഥിതി ഞായറായി പല ഡയസിസും പല സഭകളും ഇന്ന് ആചരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം കൂടെ ഞാൻ ഇന്ന് ഓർത്തു പോവുകയാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ആഘോഷത്തെക്കുറിച്ച് ഒരുപാട് വിവാദം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് കേരള ഗവർണർ ബഹുമാനപ്പെട്ട അലേക്കർ അദ്ദേഹത്തിൻ്റെ റെസിഡൻസിൽ പരിസ്ഥിതി ആഘോഷിക്കുമ്പോൾ ഭാരതാംബ ഒരു കാവിക്കൊടിയും അവിടെ മുൻപിൽ വച്ചത് വലിയ രാഷ്ട്രീയ അർത്ഥം ഉള്ള ഒരു കാര്യമായി എല്ലാവരും വ്യാഖ്യാനിക്കുന്നു. അതേ ചൊല്ലി ഒരുപാട് വിവാദങ്ങൾ ഇന്ന് നടക്കുന്നു. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ വിഷയം അത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പരിസ്ഥിതി. യുണൈറ്റഡ് നേഷൻസ് ഇന്നത്തെ ദിവസം ജൂൺ മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്ന മുദ്രാവാക്യം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. ഇന്ന് ലോകം മുഴുവനും നമ്മുടെ ജീവിതവും ഈ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പറയുന്നത് നമ്മളുടെ ആഹാരത്തിലും നമ്മുടെ ശരീരത്തിലുമൊക്കെ മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് നമുക്കെല്ലാവർക്കും ഹാനികരമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പരിസ്ഥിതി ദിനം യുണൈറ്റഡ് നേഷൻസ് നമ്മളെ ഓർപ്പിക്കുന്നു. ഇതേക്കുറിച്ച് ചിന്തിക്കുവാനും എന്ത് ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനമാണ് സ്വീകരിക്കാനുള്ളതും എന്ന് ചിന്തിക്കുവാൻ സഭ കൂടുതൽ സമയം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഓർത്തുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ആഗമന ക്രൈസ്തവ സഭ പെന്തക്കോസ്ത് ഞായറാഴ്ചയായി ആചരിക്കുകയാണ്. നിങ്ങൾക്കറിയുള്ളതുപോലെ പെന്തക്കോസ്ത് പെരുന്നാൾ ഇത് ക്രൈസ്തവർക്ക് മാത്രമുള്ളതല്ല, ഇത് യഹൂദന്മാരുടെയും പെരുന്നാളാണ്. പെന്തക്കോസ്ത് നാളിലാണ് ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നത്. അതുകൊണ്ട് അവരുടെ ഒരു പെരുന്നാളും കൂടിയാണ് പെന്തക്കോസ്ത്. പെന്തക്കോസ്തിന് അവർ കൊടുക്കുന്ന പ്രാധാന്യം
യഹോവയായ ദൈവം അവർക്ക് കൽപ്പന കൊടുത്ത ദിനത്തിൻ്റെ ഓർമ്മയാണ്. അവർ കൽപ്പന എന്ന് പറയുന്നത് തോറ എന്നുള്ള പദമാണല്ലോ. അപ്പോൾ നിയമം ദൈവജനത്തിന് കൊടുത്തതിൻ്റെ ഓർമ്മയാണ് യഹൂദന്മാരെ സംബന്ധിച്ച് പെന്തക്കോസ്ത്. എന്നാൽ അതിനോട് ചേർന്ന് കോതമ്പിൻ്റെ കൊയ്ത്ത് നടക്കുന്ന സമയം കൂടെയാണ്. അതുകൊണ്ട് ഇത് ഒരു കൊയ്ത്ത് പെരുന്നാൾ കൂടിയാണ് യഹൂദന്മാർക്ക്. ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ്. പ്രത്യേകിച്ച് അവരുടെ ആദ്യ ഫലം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു ദിനമാണ് പെന്തക്കോസ്ത്. എന്നാൽ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഇതിന് മറ്റൊരു അർത്ഥം കൂടെയുണ്ട്. പെന്തക്കോസ്ത് സഭയുടെ പിറന്നാളാണ് എന്നാണ് പൊതുവിൽ പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൻ്റെ അതിനാൽ നിറഞ്ഞ അനുഭവം, ആ ഒരു വലിയ സംഭവം പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിക്കുന്നതിന് നമ്മളെ ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാർക്കും സഭയ്ക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ച ആ വലിയ അനുഭവം, പരിശുദ്ധാത്മ അഭിഷേകം ആണ് ഇന്ന് നമ്മളുടെ പെന്തക്കോസ്ത് പെരുന്നാളിന് ഈ ഞായറാഴ്ചയ്ക്ക് ഉള്ള പ്രത്യേകത. എന്നാൽ നമ്മളുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ പെന്തക്കോസ്ത് എന്ന് പറയുമ്പോൾ പലരും അസ്വസ്ഥരാകാറുണ്ട്. കാരണം അതും സഭയുമായിട്ട് വലിയ ബന്ധമില്ല, പ്രോട്ടസ്റ്റൻ്റ് സഭയുമായിട്ട് ബന്ധമില്ല. അത് ഒരു പ്രത്യേക സഭാവിഭാഗത്തിൻ്റെ കയ്യിലാണ് അതേക്കുറിച്ചുള്ള ചിന്തകൾ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ അസ്വസ്ഥരാകാനായിട്ടുള്ളൊരു കാരണം അന്യഭാഷ ആ സമയത്ത് അവിടെ കൂടിയിരുന്ന ജനം സംസാരിച്ചു. അപ്പോൾ അന്യഭാഷയിലുള്ള സംസാരവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ അസ്വസ്ഥരാകാറുണ്ട്. അതുകൊണ്ട് ഈ പെന്തക്കോസ്ത് അനുഭവത്തിൻ്റെ പ്രാധാന്യം വേണ്ട പോലെ കാണുവാൻ പലർക്കും കഴിയാതെ പോകുന്നു. എന്നാൽ ഈ ഒരു കാര്യം, പെന്തക്കോസ്ത് അനുഭവത്തെക്കുറിച്ച് വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ വളരെ നമ്മുടെ വിശ്വാസ യാത്രയിൽ, നമ്മുടെ ആത്മീയ അനുഭവത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നിൽ നിന്ന് നാം മാറിപ്പോവുകയാണ്. അതുകൊണ്ട് പെന്തക്കോസ്ത് ഞായറും പെന്തക്കോസ്ത് അനുഭവവും പെന്തക്കോസ്തിനെക്കുറിച്ചുള്ള ചിന്തകളും എല്ലാറ്റിനുപരിയായി പരിശുദ്ധാത്മാവിൻ്റെ അനുഭവവും എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ ദിവസം വളരെ പ്രാധാന്യമർഹിക്കുന്നു നമ്മളെ സംബന്ധിച്ച് എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പെന്തക്കോസ്ത് അനുഭവം ശിഷ്യന്മാർക്ക് ഉണ്ടായത് യേശു കർത്താവിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണമാണ്. യേശു കർത്താവ് അവരോടുകൂടെ ഉണ്ടായിരുന്നപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോയിട്ട് സത്യത്തിൻ്റെ ആത്മാവിനെ നിങ്ങളോട് കൂടെ ഇരിക്കുന്നതിന് പിതാവ് അയക്കും എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവിൻ്റെ ആ വലിയ പ്രോമിസ്,
അതിൻ്റെ ഫുൾഫിൽമെൻ്റാണ്, അതിൻ്റെ പൂർത്തീകരണമാണ് പെന്തക്കോസ്ത് എന്നുള്ളത് പലപ്പോഴും നാം ഓർക്കാറില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരെ അവരുടെ ദൗത്യത്തിനായി ശക്തീകരിച്ച ഒരു വലിയ അനുഭവമായിരുന്നു അത്. അതേക്കുറിച്ചുള്ള വിവരണമാണ് പെന്തക്കോസ്ത് നാളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരണമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ഇന്ന് നമ്മൾ വായിച്ച് കേട്ടത്. നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? യേശു കർത്താവ് തൻ്റെ മിനിസ്ട്രി ആരംഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് ദൈവവചനം പറയുന്നു. എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനാൽ യേശു കർത്താവ് നിറയപ്പെട്ടത് എന്ന് ഇപ്പോൾ വായിച്ച വേദവാക്യത്തിൽ, യെശയ്യാ പ്രവചനത്തിൽ നിന്നും യേശു കർത്താവ് ഉദ്ധരിച്ച ഈ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കാനാണ്, രോഗികളെ സൗഖ്യമാക്കുവാനാണ്, ബന്ധികളെ അവർക്ക് മോചനം നൽകുവാനാണ്, കുരുടന്മാർക്ക് സൗഖ്യം കൊടുക്കുവാനാണ്, മർദ്ദിതരായിട്ടുള്ളവർക്ക് സ്വാതന്ത്ര്യം നൽകുവാനാണ്. യേശു കർത്താവ് തന്നെ പറഞ്ഞതാണ്, എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാൻ നിറയപ്പെട്ടത്, ഇതാണ് എൻ്റെ ശുശ്രൂഷ, അല്ലെങ്കിൽ എൻ്റെ ദൗത്യം ഇതാണ്, എന്നെ പിതാവ് ഏൽപ്പിച്ചത് ഈ വലിയ ഉത്തരവാദിത്തമാണ്. ഇന്ന് നമ്മളത് വായിക്കുമ്പോൾ യേശു കർത്താവിന് നൽകപ്പെട്ട ആത്മാവിനെ തന്നെയാണ് നമുക്കും നൽകപ്പെട്ടിരിക്കുന്നത്. നാം ഒരിക്കലും അത് മറന്നു പോകരുത്. യേശു കർത്താവിനെ ഏതൊരു ശുശ്രൂഷയ്ക്കായി ശക്തീകരിച്ചുവോ ആ ആത്മാവിനാൽ അതേ ശുശ്രൂഷയ്ക്കായി നിങ്ങളും ഞാനും ശക്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ചും നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം. ഇത് വ്യക്തികളെ സംബന്ധിച്ച് മാത്രമല്ല, സഭയെ സംബന്ധിച്ചും വളരെ അർത്ഥവത്തായ കാര്യമാണ്. അവിടെ കൂടിയിരുന്നവർ, പെന്തക്കോസ്ത് നാളിൽ അവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചവർ, അവരെല്ലാവരും യേശു കർത്താവിനെ അംഗീകരിച്ചവരും യേശുവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവരുമാണ്. ആ അപ്പോസ്തലന്മാർ അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് അതിനു മുമ്പ് സുവിശേഷങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അവരുടെ ഗുരുവും നാഥനുമായ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ ഇവർ ഭയപ്പെട്ടു. ഇനി എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് നിശ്ചയമില്ല. അതുകൊണ്ട് അവരിരുന്നത് വാതിലടച്ചാണ്. അവർക്ക് ഭയമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആഗമനം അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ അവർ വളരെ ശക്തിയുള്ളവരായിത്തീർന്നു. ദേ വർ എംപവേർഡ്. അവരുടെ ഭീരുത്വം പോയി. അവർ ധൈര്യമായി യേശു കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ കഴിഞ്ഞു. അവർ യേശു കർത്താവിന് വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെക്കുവാൻ, മുഴുവനായി സമർപ്പിക്കുവാൻ അവർ കഴിഞ്ഞു. അതിന് കാരണം പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമായിരുന്നു. ഞാൻ സൂചിപ്പിച്ചല്ലോ,
യേശു കർത്താവിനുണ്ടായിരുന്ന ആത്മാവിനെ തന്നെയാണ് നമുക്കും ലഭിച്ചിരിക്കുന്നത്. നിങ്ങളും ഞാനും മുദ്രയിടപ്പെട്ടിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് നമ്മെ തന്നെ കർത്താവിനായി സമർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ, അവിടുത്തെ നൽവരങ്ങൾ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സഭയ്ക്കും കഴിയണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഓരോ വ്യക്തികൾക്കും മാത്രമല്ല, അത് സഭയ്ക്ക് മൊത്തമായി ലഭിച്ച അനുഭവമാണ്. അതാണ് അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. ഈ ഒരു അനുഭവം, ഈ ഒരു ശാക്തീകരണം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി യേശുവിൻ്റെ ജീവിതത്തിലും സഭയുടെ അനുഭവത്തിലൂടെയും നാം കാണുന്നു. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പിതാവ് ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ യേശു കർത്താവ് തള്ളപ്പെടുകയാണ്. യേശു കർത്താവിനെ ജനം സ്വീകരിക്കുവാൻ തയ്യാറായില്ല, അവനെ ഉപദ്രവിക്കുകയാണ്. എന്നാൽ അവസാനത്തോളം യേശു കർത്താവ് അനുസരണമുള്ളവനായിരുന്നു. അവസാനത്തോളം യേശു കർത്താവ് വിശ്വസ്തനായിരുന്നു. അതിനുള്ള ശക്തി അവനിൽ വസിച്ച പരിശുദ്ധാത്മാവായിരുന്നു. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ അതൊരു പെരുന്നാൾ മാത്രമല്ല, അത് ഒരു നിയോഗമാണ്. ശിഷ്യന്മാർ ആ പെന്തക്കോസ്ത് നാളിൽ ആ നിയോഗം ഏറ്റുവാങ്ങി. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ആ വലിയ നിയോഗം എന്താണെന്ന് അവരോട് പറഞ്ഞു. നിങ്ങൾ യെരുശലേമിൽ പാർക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ. അതായിരുന്നു അവർക്ക് ലഭിച്ച വലിയ നിയോഗം, യേശു കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ. എന്നാൽ അവർക്ക് ഉണ്ടായ അനുഭവം അവരുടെ ഗുരുവും നാഥനുമായ യേശുവിനുണ്ടായ അനുഭവം തന്നെയാണ്. കാരണം യേശു എങ്ങനെ ക്രൂശിക്കപ്പെട്ടു, അതുപോലെ ശിഷ്യന്മാരുടെ ജീവിതത്തിലും അവരെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ട അനുഭവങ്ങൾ എന്തായിരുന്നുവെന്ന് നമ്മുടെ ഓർമ്മയിലുണ്ട്. ആ വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കുവാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അനുദിനം ഉണ്ടാകുന്ന വെല്ലുവിളികൾ എന്തിനുള്ള വെല്ലുവിളികളാണ്? യേശു കർത്താവിനെ സാക്ഷിക്കുന്നതിനുള്ള, അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ ഉള്ള ആ തരത്തിലുള്ള വെല്ലുവിളികൾ. അതിനെയൊക്കെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ധാരാളമായിട്ടുള്ള ശക്തി നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ ആ ജീവിതം, യേശു കർത്താവിൽ നാം കാണുന്ന സ്നേഹവും സത്യത്തിനു വേണ്ടി യേശു കർത്താവ് നിലകൊണ്ടതും എല്ലാം നമ്മുടെ ജീവിതത്തെയും കൂടുതൽ ഈ ദൗത്യത്തിനായി നമുക്ക് പ്രേരണ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട്
നാം ഇന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിങ്ങളും ഞാനും നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഏറെ ആവശ്യമാണെന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിച്ചുകൊണ്ട് ആ കൃപയിൽ വളരുവാൻ നമുക്ക് കഴിയണം. കർത്താവിന് വേണ്ടി നല്ല സാക്ഷികളായി ജീവിക്കുവാൻ അത് പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കും. ഏതെല്ലാം മേഖലകളിലാണ് ആ ശക്തീകരണം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഒന്ന്, ഞാൻ സൂചിപ്പിച്ചതുപോലെ ശിഷ്യന്മാർക്ക് ലഭിച്ച ആ ശാക്തീകരണം അല്ലെങ്കിൽ എംപവർമെൻറ്റ്, ഇംഗ്ലീഷ് പദം നമ്മൾ ചോദിച്ചാൽ മനസ്സിലാവും. അവർ ഭയപ്പെട്ട സാധാരണക്കാരായ മുക്കുവന്മാരും ചുങ്കം ഭരിക്കുന്നവരുമായ ആളുകളാണ്. ഒരു ജനത്തെ, ഒരു സമൂഹത്തെ അഭിമുഖീകരിക്കുവാൻ, അവരോട് സംസാരിക്കുവാൻ, അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുവാൻ പ്രാപ്തിയില്ലാത്ത വെറും സാധാരണക്കാരായ ശിഷ്യന്മാരായിരുന്നു അവരൊക്കെ. അവരുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടായിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശാക്തീകരണമാണ്. ഇന്ന് ആ ശിഷ്യന്മാരുടെ അനുഭവം നാം ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചും ആ ഒരു എംപവർമെൻറ്റ്, ആ ഒരു ശക്തീകരണം നമുക്ക് ആവശ്യമാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം, ഇന്ന് സഭയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഐക്യമാണ്. ഇന്ന് എന്നും എവിടെയും കാണുന്നത് അനൈക്യത്തിൻ്റെ സ്വരങ്ങളാണ്. സഭ പല കാരണങ്ങളാൽ പലതരത്തിലുള്ള ഭിന്നിപ്പിലാണ്. ഇവിടെ പെന്തക്കോസ്ത് നാളിൽ അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്ന വലിയൊരു ജനമുണ്ടായിരുന്നു. അവരും ഒരുമനപ്പെട്ട് അവിടെ നിൽക്കുകയായിരുന്നു. ആ വലിയ പെരുന്നാളിൽ അവർ പങ്കെടുക്കുകയായിരുന്നു. ആ ദിനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ ഐക്യമാണ്. അപ്പോൾ പെന്തക്കോസ്ത് പെരുന്നാളിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു ഐക്യത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. അതുകൊണ്ട് പെന്തക്കോസ്ത് ഞായറാഴ്ച നമ്മൾ എങ്ങനെയാണ് ഇത് ആഘോഷിക്കുന്നത്, ഈ പെരുന്നാൾ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ചില സഭകളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കും, പ്രത്യേകിച്ച് വിദേശ നാടുകളിൽ, ചില പട്ടണങ്ങളിൽ പല രാജ്യത്തു നിന്നുള്ള വിശ്വാസികൾ ഒരുമിച്ച് പള്ളിയിൽ വരാറുണ്ടല്ലോ. കാരണം അവർ അന്യനാട്ടിൽ നിന്ന് വന്ന് ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവർ പല ഭാഷക്കാരും പല സംസ്കാരം ഉള്ളവരാണ്. അതുകൊണ്ട് പെന്തക്കോസ്ത് നാളിലെ ആരാധനയിൽ ഈ ഐക്യത്തിൻ്റെ പ്രഖ്യാപനം എന്നുള്ള നിലയിൽ നമ്മൾ ഞായറാഴ്ച പാഠങ്ങൾ വായിക്കുമ്പോൾ, ഇന്ന് നമ്മൾ വായിച്ചതെല്ലാം മലയാളത്തിലാണ്. എന്നാൽ ചില വിദേശ പള്ളികളിൽ, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ഒക്കെ ചില പള്ളികളിൽ ഈ ഒരു ഐക്യത്തിൻ്റെ ശബ്ദം ജനങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ അവർ പാഠങ്ങൾ, പ്രത്യേകിച്ച് പല ഭാഷക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ഭാഷയിൽ വായിക്കാറുണ്ട്. ഒരുപക്ഷെ പഴയ നിയമം ഹിന്ദിയിലായിരിക്കാം, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ താമസിക്കുന്നവർ ഇംഗ്ലീഷ് ആരാധനയിൽ മലയാളത്തിലായിരിക്കാം ചില ഭാഗങ്ങൾ വായിക്കുന്നത്. അതുപോലെ തന്നെ പാട്ടുകളും എല്ലാം ഏതെങ്കിലും ഒരു ഭാഷയിൽ ആയിരിക്കില്ല, പല ഭാഷയിലുള്ള പാട്ടുകൾ പാടും. ഇത് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു സെലിബ്രേഷൻ കൂടെയാണ്. കാരണം പരിശുദ്ധാത്മാവിലുള്ള ആ ഐക്യത്തെ പ്രഖ്യാപിക്കുന്ന ആരാധനയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. നമ്മളെല്ലാവരുടെ മലയാളം സംസാരിക്കുന്നവരായതുകൊണ്ട് ഇവിടെ അങ്ങനൊരു കാര്യം നമുക്കില്ല. എന്നാൽ ഈ പെന്തക്കോസ് എന്ന് പറയുന്നത് സഭയുടെ ഐക്യത്തെ കൂടെ പ്രഖ്യാപിക്കുന്നതാണ്. വിശ്വാസ സമൂഹം ഏത് ദേശക്കാരാണെങ്കിലും ഏത് ഭാഷക്കാരാണെങ്കിലും നമ്മളെല്ലാവരും യേശുവിൽ ഒന്നാണ് എന്നുള്ളത് പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരവസരം കൂടെയാണ് ഈ പെന്തക്കോസ്ത് നാൾ.
അത് നമ്മുടെ ഓർമ്മയിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യേശു കർത്താവ് നമ്മളോട് അരുളി ചെയ്തതനുസരിച്ച് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് സത്യത്തിൻ്റെ ആത്മാവെന്നാണ്. സത്യത്തിൻ്റെ ആത്മാവിനെ നൽകിയിരിക്കുന്നത് സത്യത്തിനു വേണ്ടി നിലകൊള്ളണം എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുവാൻ, ശബ്ദം ഉയർത്തുവാൻ നമുക്ക് കഴിയണം. ആദ്യമേ സൂചിപ്പിച്ചല്ലോ, വിശ്വാസികളെ എംപവർ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനാണ്. ആ സാക്ഷ്യത്തിൻ്റെ ഭാഗമാണ് സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നത്. പലപ്പോഴും ക്രൈസ്തവ വിശ്വാസികൾക്ക് സംഭവിച്ചിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവരെ നടത്തുന്നത് ഭീരുത്വമാണ്. സത്യം പറയേണ്ടിടത്ത് സത്യം പറയുവാനുള്ള മടിയാണ്. ഭീരുക്കളായി മാറുകയാണ്. എന്നാൽ അവരിൽ വസിക്കുന്നത്, നമ്മിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നുള്ള ആ സത്യത്തിൻ്റെ ആത്മാവ്, ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, സത്യത്തിൻ്റെ ആത്മാവ്, ധൈര്യത്തിൻ്റെ ആത്മാവെന്നുള്ള ആ ഒരു ബോധ്യം, ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോൾ എവിടെ അനീതി ഉണ്ടാകുന്നുവോ, എവിടെ അസത്യം കാണുന്നു, അവിടെയൊക്കെ പ്രതികരിക്കുവാൻ, സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും അതിന് നമുക്ക് കഴിയാറില്ല എന്നുള്ളതല്ലേ ഒരു ദുഃഖസത്യം. ജീവിത സാഹചര്യങ്ങളോടങ്ങ് ചേർന്ന് പോവുകയാണ്. അതുകൊണ്ട് പെന്തക്കോസ്ത് ഞായറാഴ്ച നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ സത്യത്തിൻ്റെ ആത്മാവിനെയാണ് നാം നമ്മുടെ ജീവിതം, ആത്മാവിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതം തുറന്നു കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ, തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, എന്തിനു വേണ്ടിയാണ് യേശു കർത്താവ് വന്നത്, അത് ഈ ലൂക്കോസിലെ സുവിശേഷം 4-ാം അധ്യായത്തിലും യെശയ്യാ പ്രവചനത്തിലൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മൾ വായിച്ചല്ലോ. അത് ഒരു വലിയ വിമോചനത്തിൻ്റെ സന്ദേശമായിരുന്നു, വലിയ വിമോചനം. എന്നാൽ സഭ എന്താണ് ചെയ്തത്? സഭ ചെയ്തത് ആ വലിയ വിമോചനത്തിൻ്റെ സന്ദേശത്തെ വെറും അനുഷ്ഠാനങ്ങളാക്കി മാറ്റി, വെറും ആചാരങ്ങളായി മാറ്റി. വളരെ ശക്തമായ വിമോചനത്തിൻ്റെ സന്ദേശമായിരുന്നു യേശു കർത്താവ് പറഞ്ഞത്. ഞാൻ വന്നത് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനാണ്, ഞാൻ വന്നത് ബന്ധികൾക്ക് മോചനം നൽകാനാണ്, ഞാൻ വന്നത് നിങ്ങളെ സൗഖ്യമാക്കാനാണ്, ഞാൻ വന്നത് നിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാനാണ്. അതിനാണ് ആത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുക എന്ന് ശക്തമായി യെശയ്യാ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് യേശു കർത്താവ് പറയുമ്പോൾ, അതായിരിക്കട്ടെ നമ്മളുടെയും ജീവിതത്തിൻ്റെ ആ നിയോഗം. അത് നമ്മൾ പലപ്പോഴും മറന്നു പോകരുത്. എന്നാൽ പലപ്പോഴും നമ്മൾ ഭയപ്പെടുകയാണ്. ഒരുപക്ഷെ സഭ ഭയപ്പെട്ട് കാണണം. അതുകൊണ്ടാണ് സഭ ഇതിനെയൊക്കെ വെറും ആചാരങ്ങളായി മാറ്റിയത്. വെറും ആചാരങ്ങളിൽ കൂടെ രക്ഷ നേടാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. മധ്യപൂർവ ആ വർഷങ്ങളിൽ സഭയ്ക്ക് വന്നിരിക്കുന്ന അധപ്പതനത്തിന് കാരണവും അതുതന്നെയാണ്. സഭ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കി. വേദപുസ്തകത്തിൽ പറയുന്നു, പുരോഹിതന്മാർ വിശ്വാസികൾക്ക്, ദൈവജനത്തിന് ചുമക്കുവാൻ പാടില്ലാത്തതായിട്ടുള്ള ഭാരമേറിയ ചുമടുകൾ അവരുടെ തോളത്തിൽ വെച്ചു, അവരെ അടിച്ചേൽപ്പിച്ചു എന്ന് പറഞ്ഞു. അവർക്ക് ചുമക്കുവാൻ കഴിയുന്നതിൽ അധികമായിട്ടുള്ള ഭാരം. മധ്യനൂറ്റാണ്ടുകളിൽ സംഭവിച്ചതും അതാണ്. ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ. രക്ഷ ദൈവത്തിൻ്റെ കൃപയാലാണ് എന്നുള്ള സത്യം മാർട്ടിൻ ലൂതർ പ്രഖ്യാപിക്കുമ്പോൾ അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് സഭ ഒരുപാട് കൽപ്പനകൾ പുറപ്പെടുവിച്ചു. അത്
വർഷം തോറും ചെയ്യണം, വെഞ്ചരിക്കണം, കുർബാന കാണണം, നടത്തണം, ധൂപപ്രാർത്ഥന നടത്തണം, തീർത്ഥാടനം പോകണം എന്നു വേണ്ട ഒരുപാട് അനുഷ്ഠാനങ്ങൾ സഭ പ്രഖ്യാപിച്ചു. ഇതിൻ്റെയൊക്കെ പിന്നിൽ സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സഭ ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ മുഴുകിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിതനായി മാർട്ടിൻ ലൂതർ പറഞ്ഞു, സഭയ്ക്ക് ഇന്ന് ആവശ്യം ഒരു നവീകരണമാണ്. അതുകൊണ്ടാണ് ആ വലിയ റിഫർമേഷൻ സഭയിലുണ്ടായതിന് കാരണം ക്രൈസ്തവ മതം ഒരു പള്ളി മതമായി മാറി. ഇന്ന് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവ മതം, ക്രൈസ്തവ സാക്ഷ്യം ഒരു പള്ളി മതമായി, പള്ളിയുടെ സാക്ഷ്യമായി മാറിയിട്ടുണ്ടോ എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്കാവശ്യം ഒരു സെക്കൻഡ് റിഫർമേഷനാണ്. ഒരു നവീകരണം ഇന്ന് സഭയ്ക്ക് ആവശ്യമാണ്. യേശു കർത്താവ് മരുഭൂമിയിലായിരുന്നപ്പോൾ പിശാച് അവനെ പരീക്ഷിച്ചു. ഇന്ന് നിങ്ങളെയും എന്നെയും പരീക്ഷിക്കുന്നത് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ പണവും അധികാരവും ഒക്കെയാണ്. പണവും അധികാരവും ഒക്കെ നമ്മളെ പരീക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ എത്രയധികം അനുഭവം ഇന്ന് നമുക്കുണ്ടാവണം. അതുകൊണ്ട് എന്താണ് നമ്മളെ സ്വാധീനിക്കുന്നത്? നിങ്ങളെയും എന്നെയും, വിശ്വാസ സമൂഹത്തെ ഇന്ന് സ്വാധീനിക്കുന്നത് എന്താണ് എന്നുള്ളത് ഉറക്കെ ചിന്തിക്കുവാൻ സമയമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നമുക്കാവശ്യം ഒരു പുതിയ നവീകരണമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കാറുണ്ട്, വളരെ സങ്കുചിതമായി വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മളുടെ നിയോഗമെന്ന് പറയുന്നത് പിതാവായ ദൈവം പുത്രനെ ഏൽപ്പിച്ച ആ നിയോഗം മാത്രമാണ്. ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കുക, അവർക്ക് മോചനം നൽകുക, സൗഖ്യം നൽകുക, മർദ്ദിതർക്ക് സ്വാതന്ത്ര്യം നേടുക. നമ്മുടെ വിശ്വാസത്തിന് ഒരു സമൂഹമാനമുണ്ട്. നമ്മളുടെ വിശ്വാസം നമ്മൾ അങ്ങ് ചെറുതാക്കി സങ്കുചിതമായി നമ്മളിൽ തന്നെ ഒതുക്കി നിർത്തുകയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും സഭ അങ്ങനെയാണ് ചെയ്തത് വന്നത്. എന്നാൽ ഇതിനൊരു സമൂഹമാനമുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് സഭ നിലകൊള്ളുന്നത്? നമുക്ക് നിശ്ചയമായും യേശു കർത്താവുമായുള്ള ബന്ധത്തിൽ, ആ രക്ഷയുടെ അനുഭവത്തിൽ നമ്മൾ വരണം. എന്നാൽ തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തതുപോലെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ സ്വന്തം കാര്യമല്ല, മറ്റുള്ളവരുടെയും കൂടെയാണ്. അതുകൊണ്ട് വേദനിക്കുന്നവരെ, ദുഃഖിക്കുന്നവരെ, അനീതിയിലുള്ളവരെ, അവരെയൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം കൊള്ളുവാൻ, ആ സമൂഹത്തിന് ഒരു പുതിയ ദിശാബോധം കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് വേണ്ടത് ധൈര്യമാണ്, ഭീരുത്വമല്ല, ധൈര്യം. ഇന്നത്തെ സമൂഹത്തിൽ, വിശ്വാസ സമൂഹത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ നിയോഗം യേശു കർത്താവ് പ്രസംഗിച്ചതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 16-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്ന, സാധാരണ പറയുന്ന ഒരു പേര് നാസറത്ത് മാനിഫെസ്റ്റോ എന്നാണ്. യേശു കർത്താവിൻ്റെ നയപ്രഖ്യാപനമായിരുന്നു. എന്തിനാണ് ഇവിടെ വന്നത്? അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തെയും നയിക്കുന്ന ആ വലിയ നിയോഗം. അതിനായിട്ടുള്ള ഒരു വലിയ തിരിച്ചറിവ് ഈ പെന്തക്കോസ്ത് നാളിൽ സഭയ്ക്കും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവം സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.